ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു പാനിലോട്ട് ഒരു കപ്പോളം വെള്ളവും അതിലേക്ക് അരിഞ്ഞെടുത്തൊരു സവാളയും പിന്നെ കുറച്ച് കാഷ്നട്ടും ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ തന്നെ അമർത്തിയേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പോളം സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസിനുള്ള ഒരു സവാള എടുത്ത് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് കനം കുറയ്ക്കണമെന്നൊന്നുമില്ല, അത്യാവശ്യം വലുതായിട്ടാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-15ഓളം കാഷ്നട്ടാണ് കേട്ടോ. അപ്പം അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്കൊന്ന് മാറ്റാം. ഇത് നല്ല പോലെ ഒന്നങ്ങ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്തേക്കൊന്ന് മാറ്റുന്നുണ്ട് ഞാൻ. ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ദാണ്ട ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല പോലെ ഒന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്നങ്ങ് വറ്റി ഇതൊക്കെ നന്നായിട്ടൊന്നങ്ങ് വെന്ത് കിട്ടണം. അതുവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കണേ. ഇപ്പം കണ്ടോ, നമ്മുടെ ആ ഒരു സവാളയും കാഷ്നട്ടൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പകുതിയോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ, അതുവരെയും നമുക്കൊന്നങ്ങ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ടം തണുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ല പോലെ പേസ്റ്റ് ആക്കി കൊണ്ടുവരാം. കണ്ടോ, നല്ല പോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്ത് മാറ്റി വെക്കണേ. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് അത്യാവശ്യം ഒരു വലിയ പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ ഒന്നങ്ങ് മെൽറ്റായി വരട്ടെ. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതിയാവും. ഞാൻ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തേ ഉള്ളൂ കേട്ടോ. അവർ ബട്ടർ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും ആയിരിക്കും, അതുകൊണ്ടാണ് ചേർത്തത്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു 7-8 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്ത് ആ ബട്ടറിലിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്നങ്ങ് മൂത്ത് വരട്ടെ. ഇപ്പോൾ ദാണ്ട ഒന്നങ്ങ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പച്ചമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ പച്ചമുളകാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള ഒന്ന് അരിഞ്ഞതാണ് ചേർത്തത്. ഒരുപാട് അങ്ങ് വലുതായിട്ട് അരിഞ്ഞിട്ടില്ല, ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്. അത് ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട കണ്ടോ, നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊന്നും മാറിയിട്ടുണ്ട്. ഇത് ഒരുപാട് കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കുമേ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു വലിയ തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയും നല്ല പോലെ ഒന്നങ്ങ് വെന്ത് കിട്ടണം. അതുവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല പോലെ ഒന്നങ്ങ് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. ആ ഒരു സ്റ്റേജ് എത്തുന്നവരെയും ഒന്നങ്ങ് വഴറ്റണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നല്ല പഴുത്ത തക്കാളിയാണ്, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും. ഇപ്പൊ ദാണ്ട നമ്മുടെ തക്കാളിയും നല്ല പോലെ വെന്ത് ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട് കണ്ടോ. നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. സാധാരണ നമ്മൾ ചേർക്കുന്ന ബേസിക് മസാലകൾ തന്നെ ഉള്ളൂ ഇതിലും. അപ്പോൾ ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. ഇനി 1 ടീസ്പൂണൊക്കെ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. പക്ഷെ ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ ആണ്, അതുകൊണ്ടാണ് ചിക്കൻ മസാല ചേർത്തത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ നമ്മൾ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കുവേ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരുന്ന സംഭവം ഉണ്ടല്ലോ, കാഷ്നട്ടും പിന്നെ സവാളയും കൂടെ. അപ്പോൾ ആ ഒരു പേസ്റ്റ് അതിലേക്ക് അങ്ങോട്ട് ചേർക്കാം. ചേർത്തിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. ഈ മസാലയായിട്ട് നല്ല പോലെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇങ്ങനെ ഈ സവാളയൊക്കെ അരച്ച്, അതായത് സവാളയൊക്കെ നല്ലപോലെ വേവിച്ച് കാഷ്നട്ടും ചേർത്ത് ഇങ്ങനെ അരച്ച് പേസ്റ്റാക്കി കറിയിലൊന്ന് ചേർത്ത് നോക്കണേ. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ എക്സ്ട്രാ ക്രീമൊക്കെ ചേർക്കുന്ന പോലെ നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക് കറിയൊക്കെ. കണ്ടോ, ഇത് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണം. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് തന്നെ ആ വെള്ളം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ കറി ഒരുപാടങ്ങ് ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല. കുറച്ച് നല്ല ക്രീമി ആയിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമ്മളിതിലേക്ക് ഇതുവരെയും ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറി നല്ല പോലെ ഒന്നങ്ങ് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ദാണ്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കുവേ ഞാനിതിലേക്ക് കുറച്ച് കസൂരി മേത്തിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോഴേ ഈ കസൂരി മേത്തി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് കറിക്ക്. ഇല്ലെങ്കിൽ വിട്ടേക്ക്, ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിലും ചേർക്കണ്ട. മല്ലിയിലയോ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത് ഒന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും ചേർക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ അരിയുന്ന പോലെ ഒന്ന് അരിഞ്ഞെടുത്തേക്കാണ്. ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ മസാലയൊക്കെ നല്ല പോലെ ഉരുളക്കിഴങ്ങിലൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കറിയൊക്കെ നല്ല പോലെ അത് കുറുകി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് കുറച്ചും കൂടി തണുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ചും കൂടി അങ്ങ് തിക്കായിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു പൊട്ടറ്റോ കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. നമ്മൾ എക്സ്ട്രാ ക്രീം ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ക്രീമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ആ കറിയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതുപോലെ പൊട്ടറ്റോ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.